ശരീരത്തിന് രോഗം ഉണ്ടാകുന്നത് പോലെ തന്നെ മനസ്സിനും രോഗം ഉണ്ടാവും. ചിലര് ആത്മീയതയാണെന്ന് തെറ്റിദ്ധരിച്ച് മാനസിക രോഗങ്ങളുമായിട്ട് നടക്കും. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, വൃത്തിഭ്രാന്താണത്. ADHD ഒക്കെ ഉള്ളവരെ നമുക്ക് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ റീസണബിൾ തിങ്കിങ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരെ ധ്യാനത്തിന് വിട്ടിട്ട് കാര്യമില്ല. നമുക്കെല്ലാവർക്കും ശകലം കുഴപ്പമൊക്കെ ഉണ്ട് ജോർജ്. അത് ആരാണ് പൂർണ്ണമായി 100% മാനസികാരോഗ്യമുള്ളവർ? അങ്ങനെയൊന്നുമില്ല. യഥാർത്ഥത്തിൽ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ വിശ്വാസക്കുറവ് മൂലമാണോ, അതോ പ്രാർത്ഥനയാണോ ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ളത്? അതോ നമ്മളൊരു പ്രൊഫഷണൽ മെഡിക്കൽ ഹെൽപ്പ് സ്വീകരിക്കേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവ രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ബാലൻസിംഗ് പോയിന്റ് എവിടെയാണ്? ഇന്ന് നെല്ലും പതിരിലും നമ്മൾ ചർച്ച ചെയ്യുന്നു മാനസികാരോഗ്യവും വിശ്വാസവും. യുവജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുവാൻ ആത്മീയ ശുശ്രൂഷകൾക്കൊപ്പം തന്നെ മനഃശാസ്ത്രത്തിൽ പഠനവും അറിവും അനുഭവ സമ്പത്തുമുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ നെല്ലും പതിരിലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവേ, ഇപ്പം മാനസിക പ്രശ്നങ്ങൾ നേരിടുമ്പം പലരും പറയുന്ന കാര്യമാണ്, അത് നിനക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ നിൻ്റെ പൂർവികർ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെ ജീവിത പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ഒരു ശാപമായിട്ടൊക്കെയാണ് പലപ്പോഴും മാനസിക പ്രശ്നത്തെ കാണുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ മാനസിക വെല്ലുവിളികൾ എന്ന് പറയുന്നത് അതൊരു അസുഖമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ശാപം മൂലം ഉണ്ടാവുന്നതാണോ, അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയുടെ കുറവ് മൂലം ഉണ്ടാവുന്നതാണോ? എങ്ങനെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? മോനെ, ഇത് മാനസിക രോഗങ്ങളെ കുറിച്ച് മാത്രമുള്ളതല്ല. പണ്ട് കാലത്ത് ക്ഷയം വരുമായിരുന്നു ആൾക്കാർക്ക്. ക്ഷയരോഗം വരുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താ? ശാപമാണ്, വസൂരി പിടിച്ച ശാപമാണ്. അപ്പോൾ ഇത് ഒരു ടബുവാണ്. സമൂഹത്തിലെ ഓരോ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങളൊക്കെയാണത്. ഈ ശരീരത്തിന് രോഗം ഉണ്ടാകുന്നത് പോലെ തന്നെ മനസ്സിനും രോഗം ഉണ്ടാവും. അതിനകത്ത് യാതൊരു നാണക്കേടും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മാതാപിതാക്കൾ കാട്ടുന്ന ഒരു പ്രശ്നം, ഒരു കുഴപ്പം എന്നാണെന്നറിയോ? കൊച്ചിനെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ അവർക്ക് നാണക്കേടാണ്. എൻ്റെ കൊച്ചിന് പ്രശ്നമില്ല, പക്ഷെ അവന് പ്രോബ്ലം ഉണ്ട്. അവന് സ്കൂളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അവന് പറ്റുന്നില്ല. അവൻ ചെല്ലുന്നിടത്തെല്ലാം ആകെപ്പാടെ കുഴപ്പമാണ്. അവൻ സ്കൂള് അപ്പോൾ ഇവരെന്നെ അടുക്കും, പേരൻസിൻ്റെ അടുക്കും, ഒരു സ്കൂളിൽ നിന്ന് മാറ്റി അപ്പുറത്തെ സ്കൂളിൽ വിടും. അങ്ങനെയല്ല, അവനെന്തോ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. അത് അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു പക്ഷെ ഒരു ചൈൽഡ് സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്ക് കൃത്യസമയത്ത് ചെല്ലുകയും ചെറിയ വല്ലോ ഒരു മെഡിസിനൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്നേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇവർ മാതാപിതാക്കൾ ചെയ്യുന്നത് എന്താ? ഇത് മൂടി വെക്കും. ഇത് മൂടി വെച്ചിട്ട് കാരണം ഇത് നാണക്കേടാണ്, ഇത് എന്തോ കുഴപ്പമാണെന്ന്, ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മറ്റുള്ളവർ വിചാരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇത് മൂടി വെച്ച് ഈ കൊച്ച് വളർന്നു കഴിയുമ്പം ഇത് വലിയ വലിയ രോഗങ്ങളായിട്ട് പുറത്തു വരികയും അവസാനം അതിൻ്റെ ലൈഫ് തന്നെ സ്പോയിൽഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ശാപമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. രോഗം, മനുഷ്യന് ശരീരം ഉണ്ടെങ്കിൽ രോഗം ഉണ്ടാവും, മനസ്സുണ്ടെങ്കിലും രോഗം ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മൾ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യമുള്ളവൻ മാത്രമല്ലല്ലോ ദൈവസന്നിധിയിൽ ഏറ്റവും മിടുക്കനായിട്ടിരിക്കുന്നത്, അല്ലല്ലോ. രോഗികൾ എല്ലാവരോടും സുവിശേഷം എത്ര മനോഹരമാണല്ലേ, എല്ലാവരോടും എന്തോ ഒരു കരുണയായിരുന്നു കർത്താവിന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും കരുതേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒരു പ്രൈമറി ഐഡന്റിഫിക്കേഷൻ ആയിരിക്കും അപ്പം ഇതിൻ്റെ ഒരു മേജർ റോൾ വഹിക്കുന്നത്, അല്ലേ? എത്രയും നേരത്തെ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ്. ഉദാഹരണത്തിന് എക്സസസ് ആൻഡ് ഡെഫിഷ്യൻസീസ് നോക്കണം. ചില കുട്ടികളുടെ സ്വഭാവത്തിൽ കുഞ്ഞുനാളിൽ തന്നെ എക്സസസ് കാണാം. ഭയങ്കരമായ ആക്ടിവിറ്റി, അജിലിറ്റി, ഒട്ടും കോൺസെൻട്രേഷൻ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ ചില പിള്ളേരാണെങ്കിൽ ചുമ്മാ കിടന്ന് എല്ലാവരെയും ഉപദ്രവിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ചിലർ എക്സ്ട്രീംലി പാസീവ്, സൈലന്റ്, മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല, ആരോടും. ഇത് രണ്ടും പ്രശ്നമാണ്. നമ്മൾ പറയുമോ, എൻ്റെ മൂത്തവൻ ഭയങ്കര ഉഴപ്പക്കാരനാണ്, ഇളയത് പഞ്ചപാവ. ഇത് പാവത്തെ ഇത് രണ്ടും ഒരേ ഇഷ്യൂ ഉള്ള ആൾക്കാരാണ് ഇത് രണ്ടും. ഒരാൾ എക്സസ് ആണെങ്കിൽ മറ്റേ ആൾ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഐഡൻറ്റിഫൈ ചെയ്ത് ആ കുട്ടിയെ നമുക്ക് അതിൽ നിന്ന്
പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഉള്ള ഒരു സപ്പോർട്ടിങ് കമ്മ്യൂണിറ്റി നമുക്ക് രൂപീകരിക്കാനായിട്ട് സാധിക്കും. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു യൂറോപ്യൻ രാജ്യത്ത് മലയാളികളെ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവിടെയുള്ള ഒത്തിരി പേർക്ക് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട്. എന്താണ് കാരണമെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇനി നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും എല്ലാം ഈ ജോലി ചെയ്യാനൊക്കെ പോകുന്നതുകൊണ്ടൊക്കെയാണ്? അവർ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ജോലി ചെയ്തിട്ടുണ്ടായ രണ്ടാമത്തെ കൊച്ചിനും ഒരു കുഴപ്പമില്ല, ആദ്യത്തെ കൊച്ചിനാണ് ഈ പ്രശ്നം. അപ്പോൾ അതൊന്നുമല്ല കാരണം. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്ന അറിയത്തില്ല. പക്ഷെ അവരെന്താണെന്നറിയോ ചെയ്തത്? അങ്ങനത്തെ പേരൻസ് എല്ലാം കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങ് തുടങ്ങി. അവരങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അവർ ഹാപ്പി ആയിട്ട് അവരുടെ പിള്ളേരെ, ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അവരത് ഷെയർ ചെയ്ത് അവരത് മൂടി വെക്കുന്നില്ല. എൻ്റെ കൊച്ചിന് ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും കൂടെ ഒരു കമ്മ്യൂണിറ്റി ആയിക്കൊണ്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ പിതാവ് ഇപ്പോൾ പറഞ്ഞല്ലോ അതൊരു രോഗമാണെന്ന്. അപ്പം ഈ മാനസിക പ്രശ്നം ഒരു രോഗമാണെങ്കിൽ അതിന് നമ്മൾ ഒരു ആത്മീയ സഹായം തേടേണ്ടതിൻ്റെയും അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ സൈക്യാട്രിക് ഹെൽപ്പ് എടുക്കേണ്ടതിൻ്റെയും ബൗണ്ടറി എവിടെയാണ്? ഞാൻ പറയുന്ന ആത്മീയ സഹായം എന്ന് പറയുന്നത്, ആത്മീയത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുകയാണ് മറീന. അതിപ്പം മാനസിക രോഗം ഉണ്ടാകുമ്പോഴല്ലല്ലോ നമ്മൾ ആത്മീയ സഹായത്തിന് പോകേണ്ടത്. ആത്മീയത നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. അത് നമ്മുടെ ഫെയ്ത്ത്, വിശ്വാസം. ദൈവത്തിൻ്റെ കയ്യിലാണ് കൺട്രോൾ. ദൈവം ആഗ്രഹിക്കുന്നതേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ എന്നുള്ളൊരു വലിയ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ വളരും തോറും മറീനായ്ക്ക് സംഭവിക്കുന്നത് എന്താ? ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, നന്മയുണ്ടായി, സന്തോഷമുണ്ടായി, എല്ലാം നല്ല ധൈര്യത്തോടെ നേരിടാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം. നല്ല ഫെയ്ത്ത് ഉള്ളവർക്ക്, ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ചിന്തയുള്ളവർക്ക് ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നില്ല. അതേസമയം ചിലർ ആത്മീയതയാണെന്ന് തെറ്റിദ്ധരിച്ച് മാനസിക രോഗങ്ങളുമായിട്ട് നടക്കും. ഇപ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ പണ്ടൊരു പെർഫെക്ഷനിസ്റ്റിനെ കുറിച്ച് കേട്ടത്, ഒരു സ്ത്രീ പറഞ്ഞത്, എൻ്റെ പിതാവേ ഞാൻ അവിടെ തൂപ്പുകാരി മാത്രമാണ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ തൂപ്പാണ്. കാരണം വീടെല്ലാം വൃത്തിയായിട്ടിരിക്കണം, ഒരു പൊടി പോലും വരാൻ പറ്റില്ല. കാരണം പൊടി കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് കൺട്രോൾ പോവും. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ട് ഇവർ ടീച്ചറോ സ്കൂളിലോ കോളേജിലോ അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ അത് ഒക്കെ പോവും. പക്ഷേ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം എല്ലാം കസേരയെല്ലാം വൃത്തിയാക്കിയൊക്കെ പോകുന്നത്. പക്ഷേ അദ്ദേഹം കസേര വൃത്തിയാണെന്ന് കാണുമ്പോഴത്തേക്കും പിന്നെ കതകിൻ്റെ കട്ടള വൃത്തിയാണോ നോക്കാൻ പോവും. ഇങ്ങനെ അതങ്ങ് പോവുകയാണ്. അദ്ദേഹം പറയുന്നത് എന്നാണ്? എല്ലാം നല്ല വൃത്തിയായിരിക്കണം. കർത്താവ് നമുക്ക് ഇത്രയും സൗകര്യങ്ങളെല്ലാം തന്നു, അതുകൊണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. വൃത്തിയായിട്ട് സൂക്ഷിക്കണ്ടേ? വേണം. അച്ഛൻ പറയുന്നത് തന്നെ ഇത് വൃത്തിയായിട്ട് കിടന്നാൽ മതി എന്നാണോ? അയ്യോ അല്ല, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അതല്ല. ഇപ്പം അത് ഇദ്ദേഹത്തിൻ്റെ ഇതിന് നമ്മൾ വൃത്തിഭ്രാന്ത് എന്ന് പറയും അല്ലേ? OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, വൃത്തിഭ്രാന്താണത്. അത് ആത്മീയതയൊന്നുമല്ല. അത് ഇവർ പള്ളിയിലൊക്കെ പോകും, കറക്റ്റ് ടൈമിലൊക്കെ പള്ളിയിൽ പോവും, ഫ്രണ്ടിൽ പോയി നിൽക്കും, കുർബാന പുസ്തകം എല്ലാം ഉപയോഗിച്ച് കറക്റ്റായിട്ട് എല്ലാം ചെയ്യും. പക്ഷേ കുർബാന പുസ്തകം ഉപയോഗിക്കാഞ്ഞതിന് ഭർത്താവിനെ അന്നത്തെ അത് കഴിഞ്ഞുള്ള 3 ദിവസം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് കുർബാന പുസ്തകം ഉപയോഗിച്ചു പള്ളിയിൽ നിൽക്കാഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട്? ഞാൻ കുർബാന പുസ്തകം ഉപയോഗിച്ചാണെന്ന്. നിങ്ങൾ എന്തുകൊണ്ടാണ്? കാരണം ഈ പുള്ളിക്കാരത്തി കുർബാന പുസ്തകം ഉപയോഗിക്കുമ്പോഴും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ടോ, അപ്പുറത്തെ കെട്ടിയോ കുർബാന പുസ്തകം ഉപയോഗിക്കുന്നുണ്ടോ? പുള്ളിയുടെ കൂടെ ഉള്ളവരും ഇതുപോലെ തന്നെ നിൽക്കണം. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ഇതെല്ലാം ആത്മീയതയാണെന്ന് പറയും. പക്ഷേ അത് ചിലപ്പോൾ മാനസികമായ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ആയിരിക്കും. മിതത്വമാണെന്ന് പറഞ്ഞ് പിശുക്ക് കാണിക്കുക, എല്ലാം നമ്മൾ മോഡസ്റ്റി ആയിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പിശുക്ക് കാണിക്കുക, അത് പുണ്യമെന്നാണ് പറയുന്നത് മിതത്വം. അത് പിശുക്കെന്ന് പറയുന്നത് ഈ ഒബ്സസീവ് കമ്പൾസീവിൻ്റെ ഒരു വകഭേദമാണത്. ആങ്സൈറ്റി ഡിസോർഡറാണ് പിശുക്ക്. അങ്ങനെ മാറത്തൊന്നുമില്ല. അത് തിരിച്ചറിയണം, ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് മാറ്റണം പിശുക്ക്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. എന്താണ്? ധൂർത്ത്. അത് വേറൊരു സംഭവമാണ്. അപ്പോൾ ഇമ്പൾസീവ് ഡിസോർഡറാണത്, ഇമ്പൾസിവിറ്റിയാണത്. ധൂർത്ത്, ചുമ്മാ കൈ കിട്ടുന്ന എല്ലാം മേടിച്ചു കൂട്ടുക, ഉള്ള ഭക്ഷണം എല്ലാം മേടിക്കുക, കഴിക്കാനൊന്നുമല്ല, ചുമ്മാ മേടിക്കുക, അത്രയേ ഉള്ളൂ.
അതുപോലെ 5 രൂപയ്ക്ക് നമുക്ക് ഒന്നാന്തരം കാപ്പി വീട്ടിലുണ്ടാക്കി കുടിക്കാം. അപ്പോൾ ടൗണിൽ പോയി 500 രൂപയുടെ കാപ്പി കുടിക്കാം. ചുമ്മാ ഒരു രസം. അപ്പോൾ ഇഷ്ടംപോലെ പണം ഇങ്ങനെ വെറുതെ കളയുക, അത് വേറൊരു രീതി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ഇൻ്റർപ്രിട്ടേഷന് സാധ്യതയുണ്ട്. സ്പിരിച്വൽ ഇൻ്റർപ്രിട്ടേഷന് സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലർ പറയാം, എനിക്ക് എളിമയാണ്, പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഞാനിവിടെ ഒതുങ്ങി എന്നോളാം, ഞാൻ വീട്ടിനകത്ത് തന്നെ ഇരുന്നോളാം. അതൊന്നും പരിശുദ്ധ കന്യാമറിയുമായിട്ട് ബന്ധമൊന്നുമില്ല, ഉള്ള കാര്യമല്ല. അത് ഭയങ്കരമായ അപകർഷതയാണ്. അപകർഷതയെ എളിമയായിട്ട് വ്യാഖ്യാനിക്കും ചിലർ. അപ്പോൾ ഇത് തിരിച്ചറിയുക എന്ന് പറയുന്നത് നമുക്കത് തിരിച്ചറിയാൻ പറ്റണം നമ്മുടെ അനുഭവങ്ങളിലൂടെ. പക്ഷേ എക്സസസ് ആൻഡ് ഡെഫിഷ്യൻസീസ് അത് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചിലരുടെ ബേസിക് ആയിട്ടുള്ള വ്യക്തിത്വം ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ അത് കുഴപ്പമാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ ചിലപ്പോൾ ഹൈപ്പർ ആയിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നേരെയാകും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ പോകാറുണ്ട്. അപ്പം ഇതിനകത്ത് ഈ രോഗമാണോ അതോ കുട്ടികളുടെ സ്വാഭാവികതയാണോ അവരുടെ നേച്ചറാണോ അത് എന്നൊക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കത് പാടായിരിക്കുമോ? ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത് ADHD ഒക്കെ ഒരു തലമല്ലേ? അതൊരു ഡിസോർഡർ തന്നെയാണല്ലോ, ഹൈപ്പർ അറ്റൻഷൻ ഡെഫിസിറ്റ് അല്ലേ, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD ഒക്കെ ഉള്ളവരെ നമുക്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ അതിരൂപത തന്നെ നടത്തുന്ന ജിംപയർ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള എക്സസസ് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവിടെയൊന്നും പോകുന്നതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല. അതിന് ചെറുപ്പത്തിലേ തന്നെ അതിൻ്റെതായ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവുമെന്നാണ് എൻ്റെ വലിയൊരു വിശ്വാസം. പിതാവേ, ഇപ്പം നമ്മുടെ പഠനങ്ങളിൽ നിന്നൊക്കെ യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ യുവജനങ്ങൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ പല പഠനങ്ങളുടെയും റിപ്പോർട്ടുകൾ കാണാറുണ്ട്. അപ്പം ഇതിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്യപ്പെട്ട യുവജനങ്ങൾ, അതായത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഡിറ്റക്റ്റ് ചെയ്ത് അതിന് ചികിത്സ തേടുന്നവരും ഉണ്ട്. പക്ഷേ മാനസികാരോഗ്യവുമായിട്ട് നോർമൽ ലൈഫ് നയിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ പിതാവ് യുവജനങ്ങളോട് ഇടപെടുന്ന ആളാണ്, യുവജനങ്ങളെ പല വേദിയിലും അഡ്രസ്സ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ പിതാവിൻ്റെ പഠന മേഖല സൈക്കോളജിയും അതുപോലെ മാനസികാരോഗ്യവും ഒക്കെയാണ്. അപ്പോൾ പിതാവ് യുവജനങ്ങളോട് ഇടപെടുമ്പം അല്ലെങ്കിൽ ഒരു യുവജന ഗ്യാതറിങ്ങിനെ അഡ്രസ്സ് ചെയ്യുമ്പം മുമ്പിലിരിക്കുന്നവർ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരാണല്ലോ എന്ന് ഓർത്താണോ ഞങ്ങളെ അഡ്രസ്സ് ചെയ്യാറുള്ളത്? എന്തോ കുഴപ്പമുള്ളവരാണ് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരോട് ഇടപെടാൻ പറ്റുമോ? നമുക്കെല്ലാവർക്കും ശകലം കുഴപ്പമൊക്കെ ഉണ്ട് ജോർജ്. അത് ആരാണ് പൂർണ്ണമായി 100% മാനസികാരോഗ്യമുള്ളവർ? അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ആങ്സൈറ്റി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മൂഡ് മാറാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മളിതിനെ ഭയങ്കരമായിട്ട് പർവ്വതീകരിച്ച് ഭയന്ന് അയ്യോ എനിക്ക് ആശങ്കയാണെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് മൂലയ്ക്കിരിക്കുമ്പോഴാണ് പ്രശ്നം. നമുക്കെല്ലാവർക്കും കാണും, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സഫറിങ് ഇല്ലാത്തവരുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും കാണും എന്തെങ്കിലും കൊച്ചു കൊച്ചു ഇച്ഛാഭംഗങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ കാണും. അതിനെ നമ്മൾ ഒരിക്കലും ഒരു കുറവായിട്ടല്ല കരുതേണ്ടത്, കരുണയോടെ നമ്മളവരെ കരുതുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എൻ്റെ മനഃശാസ്ത്ര വിദ്യാർത്ഥികളോട് പറയാറുണ്ടായിരുന്നു, നമ്മൾ മനഃശാസ്ത്രം പഠിക്കുന്നത് ആരെയും ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അവൻ ആ പ്രശ്നമുണ്ട്, ഇവൻ ഈ പ്രശ്നമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, പരിഹസിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നോടും നിങ്ങളോടും കരുണയായിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? മാനസിക രോഗമുള്ളവരാണെങ്കിൽ പോലും, ചികിത്സ തേടുന്നവരാണെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ അവരെ നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. അവരെ നമ്മൾ കരുണയോടെ സ്നേഹത്തോടെ കരുതണം. അവനും ദൈവത്തിൻ്റെ ഛായയാണ്, അല്ലേ? അപ്പം അത് ആ രീതിയിൽ നമുക്കവരെ കാണാൻ സാധിക്കണം. തീർച്ചയായിട്ടും ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു മനോഭാവം നമ്മുടെ മുമ്പിലുള്ള എല്ലാവരോടും കാണിക്കണമെന്നാണ് പിതാവ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. പിതാവേ, ഇപ്പം ഈ കാലഘട്ടത്തിൽ യുവാക്കൾക്കിടയിൽ ഈ ആൻസൈറ്റി, ഡിപ്രഷൻ, ബേൺ-ഔട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണിത്. പക്ഷെ പലപ്പോഴും വിശ്വാസികൾ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയൊക്കെ ഒരു കുറവ് മൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പൊതുവിൽ കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഈ വിശ്വാസം നമ്മുടെ ഈ ശാസ്ത്രീയപരമായിട്ടുള്ളൊരു മാനസിക പരിപാലനത്തിൻ്റെ ബദലായിട്ട് കാണുന്നത് ശരിയാണോ? നിങ്ങൾ ചോദിച്ച് എൻ്റെ മാനസികാരോഗ്യം കളയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മാനസികാരോഗ്യവും വിശ്വാസം പ്രൊഫഷണൽ കൗൺസിലിങ്ങിന്, അല്ലേ, മനഃശാസ്ത്രപരമായ സർവീസസിന് ബദലാകുമോ എന്നുള്ളതാണ് ആസ്റ്റിൻ്റെ ചോദ്യം, അല്ലേ? യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്?
മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ വിശ്വാസം നമ്മളെ വിമോചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈശോ ആണെങ്കിലും ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഭയപ്പെടേണ്ട, അല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, ഏറ്റവും പ്രത്യാശ നൽകുന്ന ഒരു ഫെയ്ത്താണ് ക്രൈസ്തവ വിശ്വാസം. ഇപ്പം കുരിശ് അന്നുവരെ ശാപത്തിൻ്റെ അടയാളമായിരുന്നു. പക്ഷേ അതിനെ മഹത്വത്തിൻ്റെ അടയാളമാക്കി മാറ്റി. മരണമെന്ന് പറയുന്നത് മനുഷ്യനെ ഏത് വിധേനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ മരണത്തെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ മരണത്തെ ഉദ്ധാനം കൊണ്ട് ജയിച്ചു. മരണത്തിനപ്പുറത്ത് ഉയർപ്പുണ്ടെന്ന് ആ വിശ്വാസത്തിലൂടെ നമ്മുടെ മരണഭയം തന്നെ ഇല്ലാതാക്കി. അപ്പം യഥാർത്ഥത്തിൽ ഭയങ്ങളെ ഇല്ലാതാക്കുമ്പോൾ തന്നെ മനസ്സ് കൂടുതൽ ശക്തമായി, കരുത്തുള്ളതായി. യഥാർത്ഥമായ പ്രത്യാശയിൽ വളരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാനസികമായ അസ്വസ്ഥതകൾ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അവിടെയാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ നമ്മൾ വായിക്കും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവർക്ക് ഡിപ്രഷൻ വരാൻ സാധ്യത കുറവാണ്. ഇതൊക്കെ ഈ അമേരിക്കൻ പശ്ചാത്തലത്തിലൊക്കെ അവർ നടത്തുന്ന ചില സർവേകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇപ്പോൾ ശരിയായിട്ട് മെഡിറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലെ ടെൻഷനൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ വലിയ വൻകിട കമ്പനികൾ പോലും അവരുടെ ജോലിക്കാർക്ക്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ജോലിക്കാർക്ക് അവർ കൊടുക്കുന്ന ഒരു കാര്യം മെഡിറ്റേഷനാണ്. അപ്പം മെഡിറ്റേഷനിലൂടെ മനസ്സിനെ കുറച്ചും കൂടെ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതിനെല്ലാം ശാസ്ത്രീയമായ തെളിവുകളുമുണ്ട്. അപ്പോൾ പ്രാർത്ഥന, ധ്യാനം എന്നിവ മനസ്സിൻ്റെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുകയും മനസ്സിൻ്റെ ഫോക്കസിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കേവലം ആത്മീയ തലത്തിൽ മാത്രമുള്ള ഒരു കാര്യമല്ല, മറിച്ച് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും മാനസികാരോഗ്യവും തമ്മിലുള്ള ബന്ധം ഇന്ന് വലിയ PhD തീസിസുകളുടെയും ഡിസർട്ടേഷൻസിൻ്റെയും എല്ലാം ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? മനുഷ്യനെ ഡിപ്രസ്ഡ് ആക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും പോസിറ്റീവാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ രോഗം, സൗഖ്യം ലഭിക്കുന്നു, അല്ലേ? അതുപോലെ ഈശോ പിറന്ന ആ സാഹചര്യം തന്നെ വളരെ ഡിപ്രസീവായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാലിത്തൊഴുത്തിൽ പിറക്കുക, അമ്മ ഇങ്ങനെ പ്രസവിക്കാനായിട്ട് സ്ഥലം അന്വേഷിച്ച് നടക്കുക. ഇതൊക്കെ ലോകത്ത് ഏത് സ്ത്രീക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ പക്ഷെ അതെല്ലാം തന്നെ ദൈവത്തിൻ്റെ വലിയ ഒരു പ്രവർത്തനമായിട്ട് മാറുന്നു, ദൈവികമായ ഒരു അനുഭവമായിട്ട്. ഇപ്പോൾ ഏത് ജീവിതത്തിലെ ഡിപ്രസീവായിട്ടുള്ള ഏത് സാഹചര്യത്തെയും വളരെ പോസിറ്റീവായിട്ട് കാണാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ വളരുന്നതനുസരിച്ച് നമുക്ക് മാനസികമായ അസ്വസ്ഥതകൾ മാറിക്കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതൊരിക്കലും സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് ബദലല്ല. ഇനി സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനും തെറപ്പിക്കും ഒക്കെ സാങ്കത്യമുള്ളത് എപ്പോഴാണ്? ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ജനറ്റിക് ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ചില രോഗങ്ങൾ വരാനായിട്ട്, ജനിതകമായ സാധ്യതകൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കും യഥാർത്ഥത്തിൽ നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ക്രിയേറ്റ് ചെയ്ത്, ചെറുപ്പം മുതലേ ക്രിയേറ്റ് ചെയ്ത് നമുക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിനൊന്നും സാധിക്കത്തില്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ പ്രൊഫഷണലായിട്ടുള്ള ഹെൽപ്പ് തന്നെ അവർ സ്വീകരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വൈകിപ്പോവും. കാരണം ഇത് കണ്ടമാനം ഇതൊരു തിങ്കിങ് ഡിസോർഡറും അതുപോലെ ഇമോഷണൽ തലത്തിലൊക്കെയുള്ള ഡിസോർഡേഴ്സ് പഴകിക്കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചു വരാനായിട്ട് ബുദ്ധിമുട്ടായിട്ടൊക്കെ വരുമ്പോഴാണ് നമ്മൾ അവരെ സൈക്കോളജിക്കൽ ഹെൽപ്പിനായിട്ട് വിടുന്നത്. അതുപോലെ റീസണബിൾ തിങ്കിങ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരെ ധ്യാനത്തിന് വിട്ടിട്ട് കാര്യമില്ല. റീസണബിൽ തിങ്കിങ് ഉള്ളവർ ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ പോയി എൻ്റെ കർത്താവിന് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്നുള്ള വലിയ ബോധ്യത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവിൽ ഉള്ള വിശ്വാസത്തിൽ അവർ ആഴപ്പെടുകയും അവർക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റുകയും. പക്ഷെ റീസണബിൾ തിങ്കിങ് സാധിക്കാത്ത തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ അതിനൊന്നും വിടരുത്, അവരെ സൈക്കോളജിക്കൽ ആൻഡ് സൈക്കാട്രിക് ഹെൽപ്പിന് വിടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് ഇത് കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു തലമുറയും കൂടെയാണ് അല്ലേ? ക്ലിനിക്കലായിട്ടുള്ള ഹെൽപ്പ് കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തലമുറയും നമ്മുടെ ഇന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ക്ലിനിക്കൽ ഹെൽപ്പിലേക്കൊക്കെ പോകാതെ തന്നെ നമുക്ക് നല്ല ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം സംജാതമാക്കാനായിട്ട് സാധിക്കും. ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, അത് നമ്മുടെ കുടുംബങ്ങളിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒന്നാണ്. ഒന്ന്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ കുട്ടികൾ കേട്ട് വളരുന്നത് കൂടുതലും നെഗറ്റീവ് കാര്യങ്ങളാണ്.
അപ്പനമ്മയോട് വഴക്ക് പിടിക്കുന്നു, അമ്മ അപ്പനോട് വഴക്ക് പിടിക്കുന്നു, രണ്ടുപേരും കൂടെ വല്യപ്പനോട് വല്യമ്മയോട് വഴക്ക് പിടിക്കുന്നു, പിന്നെ അമ്മായിമ്മ പോരെ, അത് ഇത് വഴക്ക്, പിണക്കം, പൈസ ഇല്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നും ഇങ്ങനെ ഈ നെഗറ്റിവിറ്റിയുടെ നടുക്ക് കടന്ന് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് മാനസികമായ ആശങ്കകളും മൂഡ് ഡിസോർഡേഴ്സും ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ യങ് ഫാമിലീസിന് നല്ല ട്രെയിനിങ് കൊടുക്കണം. ഞാൻ യുവദമ്പതികളെ കാണുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 5 നല്ല കാര്യം പറഞ്ഞിട്ട് കിടന്നുറങ്ങണം. മറന്നുപോയാൽ അത് എണ്ണി കൃത്യമായിട്ട് പറയണം. നിങ്ങൾക്ക് വേണേൽ പരിശീലിക്കാവുന്നതാണ്. 5 നല്ല കാര്യം ഓർത്തിട്ട് അത് 2 തമാശെങ്കിലും എല്ലാ ദിവസവും വീട്ടിൽ പറയണം. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചിരിക്കണം. ഭയങ്കര പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. അതിലേക്കൊരു കുഞ്ഞ് വരുമ്പം ആ സന്തോഷം ശരിക്കും അതിൻ്റെ ഉള്ളിൽ തട്ടുകയും ഈ സന്തോഷം വലിയ കരുത്തായിട്ടും ധൈര്യമായിട്ടും മാറുകയും ചെയ്യുകയാണ്. ഇതൊക്കെയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ അതാണ്, കുടുംബാന്തരീക്ഷത്തെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുള്ള പരിശീലനം കൊടുക്കണം. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ കൊച്ചിനെ എയർ കണ്ടീഷൻഡ് ചെയ്ത സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ചോദിച്ചു അതെന്തിനാണ്? കൊച്ചിന് വെയിൽ കൊള്ളരുത്, പിന്നെ നല്ല കൂളായിട്ടിരിക്കണം. പിന്നെ എയർ കണ്ടീഷൻ ബസ്സും ഉണ്ട് അവർക്ക്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ കൊച്ചു ഉണ്ടാപ്പിയെ വിട്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ ആ റോഡും കൂടെ അല്ലേ എയർ കണ്ടീഷൻ ചെയ്യാനുള്ളൂ, അപ്പം അതും കൂടെ അങ്ങ് ചെയ്താൽ വളരെ നന്നായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ പേരൻസിൻ്റെ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു തിങ്കിങ് ആണ്. കുഞ്ഞുങ്ങളിൽ നിന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും എടുത്തു മാറ്റി അവരെ വളരെ കൃത്രിമമായ കംഫർട്ടബിൾ സെറ്റ്. ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യം വളരുകയില്ല. പിള്ളേരുടെ മാനസികാരോഗ്യം വളരുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്താണ്. ഇപ്പം പണ്ട് 7, 8 പിള്ളേരുള്ളപ്പം മൂത്തതുങ്ങൾ ഇളയതുങ്ങളെ നോക്കണം, ഇളയതുങ്ങൾ കിടന്ന് കരയും, തല്ലും, മൂത്തതിനെ തല്ലും, എന്നാലും സഹിച്ച് നിൽക്കണം. പിന്നെ വീട്ടിൽ ഭക്ഷണം എല്ലാവരും കൂടെ പങ്കുവെച്ച് കഴിക്കണം, എല്ലാവരും കൂടി ജോലി ചെയ്യണം. കൊച്ചു പിള്ളേർ എനിക്ക് തോന്നുന്നത് ഒരു 4ാം ക്ലാസ്സൊക്കെ മുതൽ എല്ലാവരും തുണിയൊക്കെ തന്നെ അലക്കി പഠിക്കണം. ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തും കഷ്ടപ്പാടുകൾ സഹിച്ചുമാണ് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നത്. റെസീലിയൻസ് എന്ന് പറയും. അതായത് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ്, തിരിച്ചടികളിൽ നിന്ന് തിരിച്ചു വരാനുള്ള കഴിവ്, ഇതൊക്കെയാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പ്രശ്നവും ഇല്ലായിരിക്കുന്ന അവസ്ഥയല്ല. പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവാണ് മാനസികാരോഗ്യം. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഈ തലമുറയിൽ ഞാൻ കാണുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ജോലി തേടി ഒരു തിരിച്ചടി ഉണ്ടാകും, ഒരു ഇൻ്റർവ്യൂവിന് പോയി കിട്ടിയില്ല, അവൻ ഡെസ്പാണ്, ഡിപ്രസ്ഡാണ്. ഇപ്പം ഞാൻ കേട്ടു, കഴിഞ്ഞ വർഷമാണ് വായിച്ചത്, ഇനി മുതൽ വിദ്യാർത്ഥികൾ കാണാപ്പാഠം പഠിക്കേണ്ട, പുസ്തകവുമായിട്ട് പരീക്ഷാ ഹാളിൽ കയറാം, എന്നിട്ട് നോക്കി എഴുതിയാൽ മതിയെന്ന്. ഇതേതോ യൂണിവേഴ്സിറ്റി പരീക്ഷിച്ച് കാണും ഇപ്പോൾ ഉടനെ, ഏതോ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തതാണ്. കാരണം കുട്ടികൾക്ക് സ്ട്രെസ്സ് പാടില്ല. ഈ പിള്ളേർ ഇച്ചിരി കാണാപ്പാഠം പഠിക്കണം, അവൻ പരീക്ഷ എഴുതി പഠിക്കണം, ചിലപ്പോൾ അവൻ തോറ്റുപോകും, ആ തോൽവി അവൻ നേരിടണം, അവൻ വീണ്ടും എഴുതണം. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ കരുത്തനാകുന്നത്. അപ്പോൾ പിള്ളേരെന്നോട് പറഞ്ഞു, പിതാവ് അത് അത്ര വിഷമിക്കണ്ട, കാരണം ഈ പുസ്തകത്തിൽ എവിടാണെന്ന് അറിയാമെങ്കിലല്ലേ ഇത് എഴുതാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് മറിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, അവൻ ഒരിക്കലും എഴുതത്തില്ല എന്നോട് പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത്, ഈ വളരെ തെറ്റായ ചില കാഴ്ചപ്പാടുകൾ കുട്ടികളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് വളർന്നു വരുന്നുണ്ട്. അതല്ല, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്താണ് നമ്മൾ മാനസികാരോഗ്യത്തിൽ വളരേണ്ടത്. പിതാവ് ഒരു സൈക്കോളജിസ്റ്റ് ആണല്ലോ. അപ്പം സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദം എന്താണെന്നൊന്ന് പറയാം. മാനസിക സമ്മർദ്ദം മോനെ ഇൻസെക്യൂരിറ്റി തന്നെയാണ്. ഇപ്പം നിങ്ങൾ പഠിച്ചിട്ട് എന്നെ എടുക്കാനാ? ജോലി കിട്ടുമോ? ഇല്ല. കച്ചവടം നടത്തിയാൽ വിജയിക്കുമോ? അറിയത്തില്ല. അതായത് നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ നമുക്കൊരു ഉറപ്പ് തരുന്നില്ല. യൂറോപ്പിലെ ചെറുപ്പക്കാർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പണി കിട്ടും. ഗവൺമെന്റിന്റെ ജോലിയാണ് എല്ലാ പൗരന്മാർക്കും തൊഴിൽ കൊടുക്കുക. നമ്മുടെ ഇവിടെ ഗവൺമെന്റ് ജോലി വെറും 2% ഉള്ളൂ. ബാക്കി മുഴുവൻ പ്രൈവറ്റ് മേഖലയിലാണ് ജോലികൾ മുഴുവൻ. അപ്പം അങ്ങനെ വരുമ്പോൾ തൊഴിൽ ക്രിയേറ്റഡ് ആകുന്നില്ല. ഇനി നമ്മുടെ പിള്ളേരാണെങ്കിൽ ബിസിനസ് നടത്താനുള്ള ധൈര്യം അവർ കാട്ടുന്നില്ല. ബിസിനസ്സിലൂടെ നമുക്ക് പണം ജനറേറ്റ് ചെയ്യാം, പക്ഷെ അതിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത് അവിടെ ഒരു ഉറപ്പില്ല. ഒന്നാമത് നമുക്ക് ജനസംഖ്യ വളരെ കുറഞ്ഞു, പിന്നെ ഈ ഓൺലൈൻ കച്ചവടവും അതുപോലെ വലിയ മാളുകളും എല്ലാം വന്ന് കൊച്ചു കൊച്ചു കച്ചവടക്കാർക്കെല്ലാം കഷ്ടകാലമായി
മാറിയിരിക്കുന്നു. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഒരു വലിയൊരു മാനസിക സംഘർഷം ഇവർക്ക് ഭാവിയെക്കുറിച്ചുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശത്തോട്ടൊക്കെ പോകാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാരണം അതുകൂടിയാണ്. ഇവിടെ നിന്നിട്ട് എങ്ങനെയാ രക്ഷപ്പെടുന്നത് എന്നുള്ളൊരു ചിന്ത. യുവജനങ്ങൾക്ക് പ്രത്യാശ കൊടുക്കാൻ പറ്റാത്ത ഒരു സാമൂഹിക സംവിധാനം ഉള്ളിടത്ത് മാനസികമായ പ്രശ്നങ്ങൾ കൂടും. സാമ്പത്തിക സുരക്ഷിതത്വം ഒരു പരിധിവരെ നമ്മുടെ സമ്മർദ്ദങ്ങളെ കുറയ്ക്കും. ആത്മീയതയും വലിയൊരു പരിധിവരെ നമ്മുടെ സമ്മർദ്ദങ്ങളെ കുറയ്ക്കും. തീർച്ചയായിട്ടും നല്ലൊരു വാലിഡ് പോയിന്റ് ആണ് പിതാവ് പറഞ്ഞത്. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞു ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു.